ഞാൻ പലപ്പോഴും പല ആൾക്കാരും ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഫാദർ എന്താ ചെയ്യുന്നത്, നമ്മൾ ബിൽഡർ എന്ന് പോലും പറയാൻ മടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. എവിടെ പോയാലും എനിക്ക് തോന്നുന്നു നമുക്കത് റിസീവ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു വെൽക്കമിങ്ങും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് 100% തീർച്ചയാണ്. ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് കേരളം. കേരളം കംപ്ലീറ്റ്ലി പണ്ട് കണ്ട കേരളമല്ല ഇന്ന് കാണുന്നത്. ഇതുവരെ ചെയ്തതിൽ ഒരു പ്രോജക്റ്റിനും ഇത്ര ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഇത്ര ഒരു പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടല്ലോ വേൾഡ് ട്രേഡ് സെന്ററിന് അത്ര. കാരണം ഇത് അനൗൺസ് ചെയ്ത മുതൽ ശരിക്കും നമ്മൾ ലോഞ്ച് പോലും ഒരു ഒഫീഷ്യലി നമ്മളൊരു ലോഞ്ചും നടത്തിയിട്ടില്ല. എല്ലാവരും പറയുന്നത് കേരളം മോശമാണ്, കേരളം ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അല്ല, മറ്റേതല്ല അതല്ല, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ല, പൊട്ടൻഷ്യൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആ കേരളത്തിലാണ് ഹൈലൈറ്റ് 50 മില്യൺ സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കോഴിക്കോടിൻ്റെ വികസന ഗാഥയുടെ ഭാഗമാണ് ഹൈലൈറ്റ് ഗ്രൂപ്പ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായി തുടങ്ങി ഒരു ബിസിനസ് കോൺഗ്ലോമറേറ്റായി വളർന്ന ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ കഥ പറയാൻ ഇന്ന് ഹൈലൈറ്റിൻ്റെ വളരെ യങ്ങായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള CEO അജിൽ മുഹമ്മദ് നമ്മോടൊപ്പം ഉണ്ട്. ഉപ്പ തുടങ്ങിയതാണ് 1996. അന്ന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ഒരുപാട് വെർട്ടിക്കൽസായി ഒരു വലിയ ബിസിനസ് സ്ഥാപനമായി മാറിയിരിക്കുന്നു. ഹൈലൈറ്റിൻ്റെ ഇനിയുള്ള വളർച്ച ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ 1996 ഉപ്പ ഒരു ചെറിയൊരു രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. എപ്പോഴും പറയും 50 സ്ക്വയർ ഫീറ്റ് ഓഫീസിൽ നിന്നാണ് ചെറിയൊരു രീതിയിൽ കക്കാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്നാണ് ശരിക്കും ഒരു കോൺട്രാക്ടറായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഓൾമോസ്റ്റ് നമ്മൾ 3 decades കംപ്ലീറ്റ് ചെയ്യുന്നു. 30 years 2026 നെക്സ്റ്റ് ഇയർ നമ്മൾ 30 years ഓഫ് ഹൈലൈറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് വെർട്ടിക്കൽസിലേക്കും ഒരുപാട് മാർക്കറ്റ്സിലേക്കും നമ്മൾ എൻ്റർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് വലിയൊരു ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു മോർ ദാൻ എന്താ പറയുക ടേൺ ഓവർ വൈസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊജക്റ്റുകളൊക്കെ ഒരുപാട് സന്തോഷം തരുന്നതെന്ന് വെച്ചാൽ 10,000-ഓളം ആൾക്കാർ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 30 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനം കേരളം ഒരുപാട് മാറി, ജനങ്ങളും മാറി, ജനങ്ങളുടെ ജീവിതശൈലി, സ്പെൻഡിങ് ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പിതാവ് സ്ഥാപിച്ച അല്ലെങ്കിൽ വളർത്തിയ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഹൈലൈറ്റ് ഇപ്പോൾ ഉയരുകയാണ്. അതിൽ അജിലിൻ്റെ ഒറിജിനൽ ഐഡിയ ആയിട്ട് എന്താണ് സോഫാർ? ഞാൻ ആക്ച്വലി ഹൈലൈറ്റിലേക്ക് വന്നിട്ടുള്ള ഈ പറഞ്ഞ തന്നെ ഹൈലൈറ്റിൻ്റെ ജേർണി എന്ന് പറയുന്നതും എൻ്റെ ജേർണി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ്. കാരണം ഞാനിപ്പം 27 ആയി. 1996 ഹൈലൈറ്റ് തുടങ്ങി. ഞാൻ ചെറുപ്പം മുതലേ ഇത് കാണുന്നുണ്ടല്ലോ, ഈ ബിക്കോസ് ഇറ്റ്സ് എ ഫാമിലി ബിസിനസ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഡിസ്കഷൻസും കാര്യങ്ങളും പണ്ട് മുതലേ ഇത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈലൈറ്റിൻ്റെ എല്ലാ സ്റ്റേജസ് ഓഫ് അപ്സൈഡ് ഡൗൺസ് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒഫീഷ്യലി ജോയിൻ ചെയ്തിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 6 years ആവുന്നു. CEO ആയിട്ടായിരുന്നില്ല ശരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊരു എഡ്യൂക്കേഷൻ വിങ് വരുന്നുണ്ട്. അതിൻ്റെ ചാർജ് എടുത്തുകൊണ്ടാണ് ശരിക്കും ഒഫീഷ്യലി കടന്നു വരുന്നത്. അതിന് മുന്നേ പല ഭാഗത്തും ഈവൻ വെക്കേഷൻസിലെല്ലാം ഒരുപാട് പ്രോജക്ട്സിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇന്ന് 6 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരുപാട് പ്രോജക്ട്സും ഈ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം പ്രത്യേകിച്ച് ഒരുപാട് പ്രോജക്ട്സ് ശരിക്കും നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. റീറ്റെയിൽ ആണെങ്കിൽ നമുക്കിപ്പം ഓൾമോസ്റ്റ് ഒരു 4 ഷോപ്പിംഗ് മോളാണ് വരുന്നത് ഓപ്പറേഷണൽ ആയിട്ടുള്ളത്. ഇനിയും ഒരു 6-7 ഷോപ്പിംഗ് മോൾ നമുക്ക് അണ്ടർ ഡെവലപ്മെന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. മോളിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഷോപ്പിംഗ് മോള് കോഴിക്കോട് മാവൂർ റോഡിൽ ഫോക്കസ് മോളാണ്. അതെ, ഹൈലൈറ്റിൻ്റെ മോളാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഈ ഫോക്കസ് മോൾ തുടങ്ങുന്ന സമയത്ത് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് വലിയ വല കെട്ടിയിരുന്നു കല്ലേറ് വരുന്നത് തടയാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു മോള് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷന് ഫേസ് ചെയ്തത് കല്ലേറാണ്. അതെ. ഇതിപ്പോൾ വർഷം ഇത്ര കഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം എത്ര മാറിയിട്ടുണ്ട്? ഒരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർക്ക് ആ ഒരു 20 കൊല്ലവും ഇപ്പോഴും താരതമ്യം ചെയ്താൽ എന്ത് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്? എനിക്കൊന്ന് ഫോക്കസിന് ഈ കഥ പറഞ്ഞുകൊണ്ട് തന്നെ അത് ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാവരും പറയും അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ശരിക്കും കേരളത്തിലൊക്കെ അങ്ങനെ സംഭവിക്കും, ഒരു മോൾ ഇനോഗ്രേഷൻ അങ്ങനെ വല കെട്ടി പോലീസുകാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇനോഗ്രേറ്റ് ചെയ്യാന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. ശരിക്കും ഒരുപാട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് ശരിക്കും ഫോക്കസ് മോൾ അന്ന് ഇനോഗ്രേറ്റ്. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് കുറേ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിനെ നമ്മൾ ആദ്യമായിട്ട് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പുറത്തുനിന്നുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനീസ് എന്നൊക്കെ പോലെ കോർപ്പറേറ്റ് ബ്രാൻഡ്സ് കൊണ്ടുവരുമ്പോൾ അതായിരുന്നു ശരിക്കും ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത്, എതിർപ്പിൻ്റെ ഒരു വൺ ഓഫ് ദ റീസൺ. ഈ പറഞ്ഞ തന്നെ അന്നത്തെ സാഹചര്യം അല്ല ഇന്ന് കേരളത്തിലുള്ള ഈ ഇൻ ടേംസ് ഓഫ് എൻ്റർപ്രൈസസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡും എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ഇന്ന് വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലിയാണ് കേരളം എന്ന് പറയുന്നത്. ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് എടുത്ത് നോക്കിയാലും കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഡെവലപ്മെൻറ്റ്സ് നോക്കിയാലും റോഡ് ആയിക്കോട്ടെ, ബ്രിഡ്ജസ് ആയിക്കോട്ടെ, പബ്ലിക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഫ്രാ ഓർ ഡെവലപ്മെന്റ്സ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോജക്ട്സ് ഇന്ന് വരുന്നുണ്ട്. അന്ന് ഒരു ഇൻവെസ്റ്റർക്ക് നേരിടേണ്ടി വന്ന ചലഞ്ച്, ഇപ്പോൾ ഉപ്പ ആദ്യത്തെ മോള് സ്ഥാപിക്കാൻ വേണ്ടി എടുത്തത്രയും എഫേർട്ട്
ഇന്ന് ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ടി വരുന്നില്ല. അപ്പോൾ കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയി എന്നുള്ളതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ച് സർക്കാർ ഇങ്ങനെ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. 100% കറക്റ്റാണ്. കാരണം നമുക്കിപ്പോൾ പല ഭാഗത്തും ബിസിനസ് ഉണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പം കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന കംഫർട്ട് ശരിക്കും എവിടെ പോയാലും എനിക്ക് തോന്നുന്നത് നമുക്കത് റിസീവ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു വെൽക്കമിങ്ങും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് 100% തീർച്ചയാണ്. ഇപ്പോൾ എനിക്കൊന്ന് റീസെൻ്റ്ലി സർവേ ആണെങ്കിലും എല്ലാ മിനിസ്ട്രിയിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഫസ്റ്റ് ആണ്, നമ്പർ 1 ആണ്, ടോപ്പ് ആണ് ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ശരിക്കും എൻ്റർപ്രൈസസിലും. ഈ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ശരിക്കും. ഈ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടോ? സാധാരണ നിലയിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ പൈസ ഉള്ള ആളുകളെ കുത്തക മുതലാളി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലായ്പ്പോഴും സ്വീകാര്യത തരുന്ന ഒരു ഘടകമായിരുന്നില്ല. ഈ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? അതിലും കുറേ ചേഞ്ചസ്. ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളൊരു ബിൽഡറാന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ പലപ്പോഴും പല ആൾക്കാരും ഇൻട്രാക്ട് ചെയ്യുമ്പം എന്താ ചെയ്യുന്നത്, ഫാദർ എന്താ ചെയ്യുന്നത്, നമ്മൾ ബിൽഡർ എന്ന് പോലും പറയാൻ മടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ച്. കാരണം ബിൽഡർ എന്നോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ എന്ന് പറയുമ്പോൾ എന്ത് ഈ പറഞ്ഞ പോലെ മാഫിയ, നിങ്ങൾ ഗുണ്ടായിസൊക്കെ ഉണ്ട് അല്ലേ, കുറച്ച് പ്രൊട്ടക്ഷനോടുകൂടെ നിങ്ങൾ പോകാന്ന്, ആ രീതിയിലായിരുന്നു പല ആൾക്കാരും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ബിൽഡർ എന്ന് പറയുന്നത് ഏതൊരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഏതൊരു സിറ്റി അല്ലെങ്കിൽ ഏതൊരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് ഒരു ബേസിക് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റാണ്. കാരണം ഇങ്ങനെ ഒരു ഇൻഫ്ര ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ശരിക്കും ഒരു സിറ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനോ ഒരു കൺട്രിക്കോ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ പ്രോജക്ട്സ് ചെയ്യുന്ന ആരാ? ഡെവലപ്പേഴ്സാണ്. അപ്പം ശരിക്കും അത് ഇപ്പം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ കൊണ്ടുവരുന്ന ഓരോ പ്രോജക്റ്റും ഇപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് ഷോപ്പിംഗ് മാൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് ഉണ്ടാക്കിയ ഒരു ചേഞ്ച്, കാലിക്കറ്റ് പോലത്തെ അല്ലെങ്കിൽ മലബാർ പോലത്തെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് ഒരുപാട് പേർക്ക് അത് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം വൻ നഗരങ്ങളിൽ മാളുകളുണ്ട്. ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ചെറിയ നഗരങ്ങളിൽ, ഇപ്പോൾ നിലമ്പൂർ, അതുപോലെ തന്നെ കുന്നംകുളം, അതുപോലെയുള്ള ചെമ്മാട് പുതിയ മോൾ പ്രോജക്റ്റുകൾ വരികയാണ് ഇവിടങ്ങളിലൊക്കെ. അതായത് കോഴിക്കോട് പോലെ ഒരു മഹാനഗരമല്ലാത്ത നിലമ്പൂർ പോലൊരു നഗരത്തിൽ അല്ലെങ്കിൽ ചെമ്മാട് ഇത് ഫീസിബിൾ ആണോ? അവിടെ ഈ മോളിൽ കയറാൻ ആളുകൾ ഉണ്ടാവുമോ? അത് ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ, എപ്പോഴും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദി അതർ സ്റ്റേറ്റ്സ്. കാരണം കേരളം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മേലെന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിറ്റി പോലെ ശരിക്കും കംപ്ലീറ്റ്ലി. കാരണം കർണാടക ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള തമിഴ്നാടാണെങ്കിലും അവർക്ക് ചെന്നൈ അല്ലെങ്കിൽ കുറച്ച് സിറ്റീസ് മാത്രമേ ഉള്ളൂ. നമ്മളിത് ഇവിടുന്ന് കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ ഒരു ബൈ റോഡ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്. ഒരു 5 കിലോമീറ്റർ കൂടുമ്പോൾ പോലും നമുക്കൊരു വെറുതെ ബെയർ ലാൻഡ് നമുക്ക് കാണാൻ സാധിക്കില്ല. തൊട്ടടുത്ത ടൗൺ ആയിട്ടാണ് പോകുന്നത് ശരിക്കും. അപ്പം അത്രയും കാച്ച്മെൻറ്റ് ഏരിയ ത്രൂ ഔട്ട് കേരള ഉണ്ട് ശരിക്കും. അപ്പം വലിയൊരു നഗരം എന്ന് പറയുന്ന കേരളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാലിക്കറ്റോ ട്രിവാൻഡ്രോ അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയുന്നതല്ല ശരിക്കും. കേരളം ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് സിറ്റി എന്ന് പറയും. ബൈ 2030 urbanization ഒരു രീതി പോകുന്നതിനനുസരിച്ച് കേരളം മൊത്തം ഒരു വലിയൊരു സിറ്റിയായി മാറും. സ്റ്റേറ്റ് അല്ല, ഒരു വലിയൊരു സിറ്റിയായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ഥലത്ത് ഇതേപോലൊരു സാധ്യതകളുണ്ട്. നമ്മളൊരു 65ഓളം പ്രദേശങ്ങൾ ശരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മാത്രം. ആ പ്രദേശങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് നമ്മളൊരു സ്റ്റഡി കാണിക്കുന്നത്. അതിന്റെ കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. ആ പ്രോജക്റ്റുകളൊക്കെ, അതായത് ഈ മഹാനഗരങ്ങളിൽ അല്ലാത്ത മോൾ പ്രോജക്റ്റുകൾ ഏത് സ്റ്റേജിലായി? ഇപ്പോൾ 4 ഷോപ്പിംഗ് മാളാണ് നമുക്ക് അണ്ടർ ഓപ്പറേഷണൽ ആയിട്ടുള്ളത്. അത് കൂടാതെ നമുക്കൊരു 7 ഷോപ്പിംഗ് മാൾ അണ്ടർ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. നിലമ്പൂരും കുന്നംകുളം നമുക്കുണ്ട്. അങ്ങനെ മലപ്പുറം നമ്മൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു വലിയൊരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് തന്നെ. അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് മാൾസ് പല സ്റ്റേജസിലായിട്ടുള്ള മണ്ണാർക്കാട് ഉണ്ട്. ചെമ്മാടും കൊച്ചിയിലെ ബൊളിവാർഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് ഇനി നെക്സ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. അതും വെരി ഇമ്മീഡിയറ്റ്ലി ഹോപ്പ്ഫുള്ളി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന സാധിക്കും. കൊച്ചി ബൊളിവാർഡിനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ കൊച്ചിയിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് കുറച്ചൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് കുട്ടിക്കും. നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ചില സ്ട്രീറ്റുകൾക്ക് ബൊളിവാർഡ് എന്ന് പേര് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് വാട്ടർ ഫ്രണ്ട് സ്ട്രീറ്റുകൾക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബൊളിവാർഡ്, ഈ വെല്ലിംഗ്ടൺ ഐലൻഡിലെ ബൊളിവാർഡ് എന്താണ്? എക്സാക്ട്ലി നിങ്ങൾ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ശരിക്കും. അതൊരു വാട്ടർ ഫ്രണ്ട് റീറ്റെയിൽ ഓപ്പൺ കോൺസെപ്റ്റ് ആണ്. ഈ പറഞ്ഞ എല്ലാ ഹൈപ്പും ആ പ്രോജക്റ്റിന് പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അത് വെരി ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതിന്റെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണ്. റെസിഡൻഷ്യൽ അല്ല, അത് കംപ്ലീറ്റ്ലി ഒരു റീറ്റെയിൽ പ്രോജക്റ്റ് ആണ്. ഓപ്പൺ ആയിട്ടുള്ള വാട്ടർ ഫ്രണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 500 മീറ്റേഴ്സിന്റെ ഒരു സ്ട്രെച്ച് നമുക്ക് വാട്ടർ ഫ്രണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ്ലി വാട്ടർ ഫ്രണ്ട് ആണ്, ബാക്കി മറ്റേ സൈഡ് നമുക്ക് റോഡാണ് വരുന്നത്. അപ്പൊ അത്രയും നല്ലൊരു ഓൾമോസ്റ്റ് 5 ഏക്കർ പ്രോജക്റ്റ് ആണ് വരുന്നത്. അത് കംപ്ലീറ്റ്ലി മേജർലി നമുക്ക് അതിൽ വരുന്നത് F&B ആണ്. കംപ്ലീറ്റ്ലി പല ടൈപ്പ് കിയോസ്ക് ആയിട്ടും ഫൈൻ ഡൈൻസ് ആയിട്ടും കോഫി ഷോപ്സ് ഒക്കെ ആയിട്ടുള്ള F&B ബ്രാൻഡ്സിനാണ് നമ്മൾ മേജർലി അവിടെ കൊണ്ടുവരുന്നത്. പിന്നെ അത് കൂടാതെ എന്റർടൈൻമെന്റ് ഉണ്ട്. നമുക്കൊരു ജൈന്റ് വീൽ വരുന്നുണ്ട്, സ്നോ പാർക്ക്, അങ്ങനെ കുറച്ച് എന്റർടൈൻമെന്റ് കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള എന്റർടൈൻമെന്റ് വിങ് നമുക്ക് അവിടെ കൊണ്ടുവരുന്നുണ്ട്. പ്ലസ് കുറച്ച് റീറ്റെയിൽ ഷോപ്സും
നമ്മളവിടെ കൊണ്ടുവരുന്നത്. അതായത് ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു അവധി ദിവസം വൈകുന്നേരം ഒരു ഫാമിലിക്ക് പോയി വന്ന് വിസിറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അതെ, തീർച്ചയായും അവധി ദിവസം മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോർട്ട് കൊച്ചിയുടെ ഒരു എൻട്രി പോയിന്റ് ആണ്. നമ്മൾ വലിയൊരു ടൂറിസം പുൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റായി മാറുമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും ഏതൊരു ടൂറിസ്റ്റ് പുറത്തുനിന്ന്, അത് ബീറ്റ് ഡൊമസ്റ്റിക് ഓർ ഇന്റർനാഷണൽ ഒരു ട്രാവലർ പ്ലാൻ ചെയ്യുമ്പോൾ കൊച്ചി ലിസ്റ്റിലിടുമ്പോൾ ഐറ്റിനറിയിൽ വരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഒരു ഡേ പ്ലാൻ ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ബോളിവുഡ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിൽ വിസിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ അതിൽ കുറേ ഈ പറഞ്ഞ എക്സ്പോസ് കണ്ടക്ട് ചെയ്യാം, ബുക്ക് ഫെയർസ് കണ്ടക്ട് ചെയ്യാം, Open സ്പേസസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള നമുക്ക് എക്സ്പോസും ഫെയർസും സാധനങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം, ലോഞ്ച് കണ്ടക്ട് ചെയ്യാം, എന്തെങ്കിലും ഒരു ബുക്ക് ലോഞ്ചോ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ലോഞ്ചോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്ക് കണ്ടക്ട് ചെയ്യാൻ ഈ പറ്റും. ജയന്റ് വീൽ എന്ന് പറയുമ്പോൾ എയിൻ ദുബായ് ഒക്കെ പോലത്തെ അതെ, കറക്റ്റ്. അത്ര സൈസ് ഇല്ലെങ്കിലും അത് കൊച്ചിയിൽ ഒരു മുഖച്ഛായ മാറ്റുന്നത്. കാരണം വാട്ടർ ഫ്രണ്ട് ആണ് ജയന്റ് വീൽ, അത്രയും വ്യൂ ഉള്ള ഒരു ഏരിയ ആണ്, നല്ല കാലാവസ്ഥ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം അത് നല്ലൊരു വ്യൂ തരുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അടുത്ത നെക്സ്റ്റ് പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ഹൈലൈറ്റ് ബോളിവുഡ് ആണ്. അത് എപ്പോഴാ ഓപ്പറേഷനിലാവുക? അത് വെരി ഇമീഡിയറ്റ്ലി നമ്മൾ ഫിറ്റ് ഔട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് നമുക്ക് ഈ വീക്കിൽ തന്നെ നമ്മൾ ഹാൻഡ് ഓവർ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വെരി ഇമീഡിയറ്റ്ലി തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യാനാണ്. നമ്മൾ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ്, കാരണം ഒന്ന് അറിയാലോ കേരളത്തിന്റെ ഒരു കാലാവസ്ഥ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് കൺസ്ട്രക്ഷനിൽ. കാരണം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് വർക്ക് തീർത്തൊരു ഹോപ്പ്ഫുള്ളി ഒരു 1 or 2 months തന്നെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാമെന്നാണ്, പബ്ലിക്കിന് ഓപ്പൺ ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഹൈലൈറ്റിന്റെ ഏറ്റവും അധികം പുറത്ത് ചർച്ചയിലുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് WTC ആണ്, വേൾഡ് ട്രേഡ് സെന്റർ. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ WTC കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഒരു പ്രോജക്റ്റിനും ഇത്ര ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഇത്ര ഒരു പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടല്ലോ വേൾഡ് ട്രേഡ് സെന്ററിന് അത്ര. കാരണം ഇത് അനൗൺസ് ചെയ്ത മുതൽ ശരിക്കും നമ്മൾ ലോഞ്ച് പോലും ഒരു ഒഫീഷ്യലി നമ്മളൊരു ലോഞ്ചും നടത്തിയിട്ടില്ല. പക്ഷെ അതല്ലാതെ തന്നെ ഒരുപാട് പേര് പബ്ലിക് അത് ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം ഈവൻ ദോ ഇറ്റ്സ് എ പ്രൈവറ്റ് ഡെവലപ്മെന്റ് ആണെങ്കിൽ കൂടി, ഒരു പ്രൈവറ്റ് കമ്പനി അവതരിപ്പിക്കുന്ന പ്രോജക്റ്റ് ആയിട്ട് കൂടി പബ്ലിക് അത് നല്ല രീതിയിൽ നല്ല ഒരു പോസിറ്റീവായിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ചിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് WTC എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വേൾഡ് ട്രേഡ് സെൻറ്റർ ആയിരിക്കും കോഴിക്കോട് വരാൻ പോകുന്നത്. 12.5 million square feet ആണ്, ഏകദേശം 1.25 കോടി സ്ക്വയർ ഫീറ്റ് ആണ് WTC പ്രോജക്റ്റ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് മൾട്ടിപ്പിൾ ബിൽഡിങ്സ് ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് ട്വിൻ ടവർ മാത്രമാണോ, ആ 2 ടവറാണോ 12.5 million square feet എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അതാണ് മേജർ ഓഫീസ് ബിൽഡിംഗ് വരുന്നത്. ആ ട്വിൻ ടവർ ആയിരിക്കും WTC കോഴിക്കോടിന്റെ മേജർ ബിൽഡിംഗ് വരുന്നത്. ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന അതേ മാതൃകയിൽ ഒരു ട്വിൻ ടവർ ആയിട്ട് മേജർ ഓഫീസ് സ്പേസ് അതിലായിരിക്കും വരുന്നത്. അതിൽ റീറ്റെയിലും കൊമേഴ്ഷ്യലും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പ്രോജക്റ്റ് ആ കാണുന്ന ഇമേജിൽ കാണുന്ന ട്വിൻ ടവർ. അത് കൂടാതെ മൾട്ടിപ്പിൾ ഒരു 5-6 ടവേഴ്സ് കൂടെ, ഇത് കൂടാതെ വേറെ ടവേഴ്സും നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു ലേണിംഗ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ക്ലൂസീവ്ലി ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന ഒരു ബിൽഡിംഗ് നമ്മൾ ഓൾറെഡി അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതും WTC ലേണിംഗ് പാർക്ക് എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. അത് ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മാർച്ചിലാണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, കമ്മിങ് മാർച്ചിൽ 2026. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ 12 million square feet ഉള്ള ഇതുപോലെ ഒരു പ്രോപ്പർട്ടി വരികയാണ്. അത്രയും ടേക്കേഴ്സ് ഉണ്ടാവുമോ കോഴിക്കോട് പോലത്തെ ഒരു സിറ്റിയിൽ? നമ്മളെപ്പോഴും ചോദിക്കുന്നതെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇപ്പം തൊട്ടടുത്തുള്ള ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ, ഇൻഫാക്ട് കോയമ്പത്തൂർ നമ്മളെ പോലത്തെ കോഴിക്കോട് പോലത്തെ ഒരു സിറ്റി ആയിരുന്നു കോയമ്പത്തൂർ എന്ന്, അല്ലെങ്കിൽ ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ റീസെൻ്റ് ആയിട്ട് കാണുന്ന ഒരു ട്രെൻഡ്, ഹൈദരാബാദാണ് ഏറ്റവും നല്ലൊരു ഗ്രോത്തിലേക്ക് റീസെൻ്റ്ലി പോയിട്ടുള്ളത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാണ്ട് എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോഴിക്കോടിനോ അല്ലെങ്കിൽ കേരളത്തിലോ ഇത് അച്ചീവ് ചെയ്തുകൂടാ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ തിരിച്ച് പബ്ലിക് അല്ലെങ്കിൽ ചോദിക്കാനുള്ളത്. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നമുക്കും പോസിബിൾ ആണ്. നമുക്ക് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. ഞാൻ ചോദിക്കുന്നത് അവിടെ സ്പേസ് എടുക്കാൻ അല്ലെങ്കിൽ ഇത് ബൈ ചെയ്യാൻ അത്രയും ആളുകളുണ്ടോ ഇവിടെ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ മേജർ IT പാർക്കുകൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സെന്റേഴ്സ് കോഴിക്കോട് നോക്കുകയാണെങ്കിൽ മേജറായിട്ട് നമുക്ക് 3 ബിസിനസ് പാർക്സ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന് ഹൈലൈറ്റിൻ്റെ നമ്മളതെന്ന ഒരു ബിസിനസ് പാർക്ക്, അത് 1 million square feet വരുന്ന ഒരു ബിസിനസ് പാർക്കാണ് നമുക്ക് ഉള്ളത്. അത് കൂടാതെ UL സൈബർ പാർക്ക് ഉണ്ട്, ഗവൺമെന്റിന്റെ സൈബർ പാർക്ക് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് 3 കംപ്ലീറ്റ്ലി ഫുള്ളാണ്. കംപ്ലീറ്റ്ലി നമ്മളെല്ലാ ഏരിയയും ഫുള്ളായിട്ട് നമുക്ക് ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഓരോ കമ്പനീസിന്. അപ്പോൾ ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ കമ്പനീസിന് ഓഫീസ് സ്പേസ് ശരിക്കും കിട്ടാനില്ല, അത്രയും റിക്വയർമെന്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എൻകാഷ് ചെയ്യുക. ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ഇവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ നിയർ ബൈ സിറ്റീസിലേക്ക്, കോയമ്പത്തൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഇൻഫാക്ട് കൊച്ചിയിലേക്ക് വരെ മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അത് പുറത്തേക്ക് പോകാതെ നമ്മൾ ഇവിടെ തന്നെ അത് പിടിച്ചു നിർത്താൻ എന്നുള്ള ഒരു റിക്വയർമെന്റ് ആണ്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു നെക്സ്റ്റ് ഒരു 1 year or 2 year ഗ്രോത്ത് അല്ല ഹൈലൈറ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. 12.5 million square feet കൊണ്ടുവരുമ്പോൾ അതൊരു ലോങ് ടേം വിഷനാണ് ശരിക്കും കോഴിക്കോടിനോടുള്ളതും അല്ലെങ്കിൽ കേരളത്തിനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് ആൻഡ് ലോങ് ടേം വിഷൻ ആൻഡ് കോൺഫിഡൻസ്. കോഴിക്കോട് കേരളത്തിന്റെ ബിസിനസ് തലസ്ഥാനമാവുമോ? ഇൻഫാക്ട്
പണ്ടത്തെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കോഴിക്കോടായിരുന്നു ഇന്ന് എല്ലാ സ്പീച്ചസിലൊക്കെ പണ്ടത്തെ എല്ലാം അറിയാലോ, പോർച്ചുഗലിലെ മാപ്പിലൊക്കെ നമ്മൾ കോഴിക്കോട് ഉണ്ടെന്ന് അറിയാം, കാലിക്കറ്റ് ഉണ്ടെന്ന് അറിയാലോ, വാണിജ്യ നഗരമായിരുന്നു പണ്ട്. അത് കുറെ പല എന്താ പറയുക റീസൺസ് കൊണ്ട് നമുക്ക് അത് മാറി. തിരിച്ചത് കൊണ്ടുവരാന്നുള്ളൊരു സാധനമാണ്. കാരണം ഒന്ന് ഇവിടെ എല്ലാം ഉണ്ട്, നമുക്ക് നല്ലൊരു ലിറ്ററസി റേറ്റ് ഉണ്ട്, നല്ല ഇപ്പൊ ഏത് കമ്പനി നോക്കണം, ഇപ്പൊ ഹൈദരാബാദോ ബാംഗ്ലൂരോ ഒക്കെ ഉള്ള MNC കമ്പനീസ് പോകുമ്പോൾ അവർ നോക്കുന്ന ഈ വലിയ കമ്പനീസിനും അവർ ആദ്യം നോക്കുന്ന ടാലന്റ് പൂൾ ഉണ്ടോ എന്നുള്ളത്. കോഴിക്കോട് അതിനുണ്ട്. മലബാറിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടാലന്റ് പൂൾ ശരിക്കും ഇവിടെ ഉണ്ട്. അത് റിവേഴ്സ് മൈഗ്രേഷൻ ആയിട്ട് കൂടെ നമുക്ക് ഉണ്ട് അവിടെ. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ആകെ വേണ്ടത് അവർക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇവിടെ മിസ്സിങ്. അതാണ് നമ്മൾ ഈ റോഡ് കണക്ടിവിറ്റിയും കൂടി എല്ലാം ആയി. അപ്പോൾ ഇനി യഥാർത്ഥത്തിൽ മുകളിലേക്കുള്ള ഒരു അപ്പിന്റെ സമയമാണ്. ഇപ്പൊ MNC കമ്പനീസ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ടാലന്റ് പൂൾ ഒന്ന്, കണക്ടിവിറ്റി നമ്മൾ കേരളം പോലത്തെ ചെറിയൊരു സംസ്ഥാനത്ത് 4 എയർപോർട്ട് നോക്കുന്നുണ്ട്. 4 എയർപോർട്ട് നോക്കുന്ന കേരളം പോലത്തെ ചെറിയൊരു സംസ്ഥാനത്തുണ്ട്. കണക്ടിവിറ്റി, റോഡ് ബൈ കണക്ടിവിറ്റി ഉണ്ട്, സീപോർട്ട് കണക്ടിവിറ്റി ഉണ്ട്, എല്ലാ രീതിയിലും നോക്കുന്ന പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഗ്രേഡ് എ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് അവർക്ക് വേണ്ടത്. അതാണ് WTC കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ ചില ആളുകളെങ്കിലും ഇവിടെ സർവത്ര കുഴപ്പമാണ്, ഇവിടുന്ന് ആളുകൾ പലായനം ചെയ്യാണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് നാട് വിട്ടു പോവാണ്, ഇവിടെ മുഴുവൻ റെഡ് ടേപ്പിസമാണ്, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഉണ്ടോ? അത് ഞാൻ പറയല്ലേ ഉണ്ടായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇന്ന് ഈ പറഞ്ഞ നല്ലൊരു ഫെസിലിറ്റി കൊടുക്കണം അവർക്ക് വേണ്ടി. ഇപ്പം ഈ യങ്സ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യനുള്ള സൊല്യൂഷൻ നമ്മൾ കാണുന്നത്. അവർ പോകുന്ന ബെറ്റർ ലൈഫ് സ്റ്റൈലും ബെറ്റർ പേ സ്കെയിലിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു ശമ്പളം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവരിവിടെ നിൽക്കില്ലല്ലോ, അവർ പുറത്തേക്ക് പോകുക. പക്ഷെ അത് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അത് ബെറ്റർ ലൈഫ് സ്റ്റൈലും ഇതും ഇവിടെ കിട്ടുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കാൻ റെഡിയുമാണ്. അപ്പം നമ്മളത് ഈ കമ്പനീസിനെ കൊണ്ടുവന്നിട്ട് ഇത്രയും ഹൈ പേ സ്കെയിലുള്ള ജോബ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ WTC വരുമ്പോൾ 12 മില്യൺ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അത്രയും വലിയ കമ്പനീസ് നമ്മൾ കൊണ്ടുവരണം. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വലിയ കമ്പനീസിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഇവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നല്ല പേ സ്കെയിലുള്ള മാസം 1-1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള മിനിമം കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് ജോബ്സാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് എന്തായാലും വരും. അതിൻ്റെ ഒരു ട്രെൻഡ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ റീസെൻറ്റ് സർവേ, ലിങ്ക്ഡിൻ്റെ ഒക്കെ സർവേ നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സ് മൈഗ്രേഷനിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ടാലന്റ് പൂൾ തിരിച്ചു വന്നിട്ടുള്ളത് കേരളത്തിലേക്കാണ്. ഡ്യൂ ടു ലോഡ് ഓഫ് എന്താ പറയുക, ഒരുപാട് US-ലാണെങ്കിലും പല കൺട്രീസിലുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ചും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതുവരെ ഇപ്പോൾ ഒരുപാട് വെർട്ടിക്കൽസ് ആയി പറഞ്ഞു, ബിൽഡറായി തുടങ്ങി, അതിനുശേഷം എന്റർടൈൻമെന്റ് രംഗത്തേക്ക് ലാക്സിയ തുടങ്ങി, ഹഗ്ഗെ മഗ്, FNB ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ ഓണാണ്, സക്സസ്ഫുൾ ആയി കഴിഞ്ഞിരിക്കുന്നു. തികച്ചും പുതിയ ഇതുവരെ ചെയ്യാത്ത ഒരു ബിസിനസ് വരുന്ന 5 വർഷം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു പ്രോജക്റ്റ് ശരിക്കും ഒരു ഡിഫറെൻറ്റ്, നമ്മൾ ഇതുവരെ ചെയ്യാത്ത, ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഇതുവരെ ചെയ്യാത്തൊരു പ്രോജക്റ്റാണ്. ഹെൽത്ത് കെയറിൽ നമ്മൾ LNI എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അണ്ടറിലൊരു ഹോസ്പിറ്റാലിറ്റി, ഒരു വെൽനെസ് സെൻറ്റർ എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൻ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ പ്രോപ്പർട്ടിയൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു ജാനുവരിയിലാണ് നമ്മളത് ഇനോഗ്രേഷൻ പ്രതീക്ഷിക്കുന്നത്. അത് ഇതുവരെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി നമ്മളത് വെരി ഇമീഡിയറ്റ്ലി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. കോഴിക്കോടാണോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് ആ പ്രോപ്പർട്ടി വരുന്നത്. ബോർഡറിലാണ്, മലപ്പുറം ജില്ലയിലാണ് ഇൻഫാക്ട് അത് പ്രോപ്പർട്ടി വരുന്നത്. മന്ദാര എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ, മന്ദാര ബൈ LNI എന്ന് പറഞ്ഞ പേരിലാണ്. ഒരു ലക്ഷറി വെൽനെസ് സെന്റർ ആണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൻ ആണ് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് വെരി ഇമീഡിയറ്റ്ലി നമ്മൾ എന്തായാലും അത് പബ്ലിക്കിന് അത് ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. ജാനുവരിയിലാണ് അത് ഇനോഗ്രേഷൻ പ്രതീക്ഷിക്കുന്നത്. അതായിരിക്കും ഒരു ഹെൽത്ത് കെയർ വെൽനെസ് സെന്റർ ആണ് ശരിക്കും അത് പ്രതീക്ഷിക്കുന്നത്. അത് കൂടാതെ ഈ പറഞ്ഞ ഒരുപാട് എക്സിസ്റ്റിംഗ് വെർട്ടിക്കൽസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് ഇനിയും ന്യൂ പ്രോജക്ട്സ് നമ്മൾ പൈപ്പ് ലൈനിലുണ്ട്, ഇനിയും ലോഞ്ച് ചെയ്യാൻ കിടക്കുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി ജോബ് പൊട്ടൻഷ്യൽ തരുന്ന പ്രോജക്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും പൈപ്പ് ലൈനിലുണ്ടോ? ഈ IT സെക്ടർ, ഇപ്പം കേരളത്തിന്റെ സെക്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് മാനുഫാക്ചറിങ് ശരിക്കും എല്ലാവരും പറയും മാനുഫാക്ചറിങ് എന്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ ബൂമാവുന്നില്ല. അത് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഒന്ന് ലാൻഡ് അവൈലബിലിറ്റി, കോസ്റ്റ് ഓഫ് മാൻ പവർ ഒക്കെ കമ്പയർഡ് ടു നമ്മളെ നെയ്ബറിംഗ് സ്റ്റേറ്റ് നമുക്ക് അത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്, ഈവൻ ഗവൺമെന്റ് വരെ നമ്മൾ ജോയിന്റ്ലി ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ GCC, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് ഇവിടെ കൊണ്ടുവരാന്നുള്ളത്. അതായത് വലിയ MNC കമ്പനീസിന്റെ GCC ഇവിടെ കൊണ്ടുവരാന്നുള്ളതും IT കംപ്ലീറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വെരി ഇമീഡിയറ്റ്ലി ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ്, WTC, കോഴിക്കോട് കൂടാതെ ഈ 3 സിറ്റീസിൽ നമ്മൾ വലിയൊരു IT സ്പേസ് വെരി ഇമീഡിയറ്റ്ലി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 3 സിറ്റീസിലായിട്ട്. ടെക്നോ പാർക്കുമായിട്ടും ഇൻഫോ പാർക്കുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണോ അതോ അവിടെ തന്നെയാണോ? അതെ, നമ്മളത് ലോഞ്ച് ചെയ്യാനായിട്ടില്ല. ഇൻഫാക്ട് ചോദിച്ചുകൊണ്ട്
നമ്മൾ സൈബർ പാർക്കിൽ ഓൾറെഡി നമ്മളത് കൺഫേം ചെയ്ത് കഴിഞ്ഞു. ടെക്നോ പാർക്കിലും നമ്മൾ ഓൾറെഡി ലാൻഡ് കൺഫേം ചെയ്ത് കഴിഞ്ഞു. കൊച്ചിയിലും നമ്മൾ അണ്ടർ ഡിസ്കഷനിലുണ്ട്. അങ്ങനെ 3 സിറ്റീസിലായിട്ട് IT സ്പേസിൽ ജോയിന്റ്ലി വിത്ത് ഈ 3 ടെക് പാർക്സിൽ നമ്മൾ ശരിക്കും വലിയൊരു മെഗാ അതൊരു പുതിയ സ്റ്റെപ്പ് അല്ലേ? പുതിയ സ്റ്റെപ്പ്. ഇത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഇതുവരെ ഹൈലൈറ്റ് അനൗൺസ് ചെയ്തിട്ട് കൂടാത്ത പ്രോജക്ട്സ് ആണ് ഈ പറയുന്നത്. നമ്മൾ അപ്കമിങ് പ്രോജക്ട്സ് ആണ്. അതും വെരി ഇമീഡിയറ്റ്ലി ഹോപ്പ്ഫുള്ളി ബൈ നെക്സ്റ്റ് മന്ത് നമുക്കത് ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഓൺ ആവാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അത് ഡിസൈൻ സ്റ്റേജിലാണ്. 3 പ്രോജക്ട്സ് 3 സിറ്റീസിലായിട്ട് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഉണ്ട്. സൈബർ പാർക്കിൽ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ടെക്നോ പാർക്കിൽ ഓൾറെഡി ഒരു പ്രോജക്റ്റ് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞു. കൊച്ചിയിലും നമുക്ക് വരുന്നുണ്ട്. അത് കൂടാതെ കൊച്ചിയിൽ വേറൊരു മെഗാ പ്രോജക്റ്റ്, ഒരു ടൗൺഷിപ്പ്, ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ശരിക്കും കൊച്ചിയിലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും ഡിസൈൻ സ്റ്റേജിലാണ്. ഹോപ്പ്ഫുള്ളി വി ക്യാൻ ലോഞ്ച് ഇറ്റ് ഇൻ നെക്സ്റ്റ്. അപ്പോൾ ബോളിവുഡ് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലെ അടുത്തത് കൊച്ചിയിലെ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ്, റെസിഡൻഷ്യൽ ലക്ഷറി, ഒരു മിഡ് അഫോർഡബിൾ പ്രോജക്റ്റ് ആയിരിക്കും. മിഡ് ലക്ഷറി ആയിരിക്കും. ഒരു എൻട്രി ലക്ഷറി പ്രോജക്റ്റ് ആയിട്ടായിരിക്കും. പക്ഷെ ഒരു വലിയൊരു മാസ് സ്കെയിൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ആയിരിക്കും. അതായത് കൊച്ചി ഇതുവരെ കാണാത്ത രീതിയിലുള്ള കമ്മ്യൂണിറ്റി ലിവിംഗ്. അത് ഞങ്ങൾ ഒരു ബ്രാൻഡഡ് റെസിഡൻസ് ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പം നേരത്തെ ലാൻഡ് അവൈലബിലിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കിട്ടാൻ ഇല്ലാത്തത് ഭൂമിയാണ്. എന്ന് മാത്രമല്ല വലിയ വ്യവസായങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവരാൻ തടസ്സമായി നിൽക്കുന്നത് ഈ ലാൻഡ് അവൈലബിലിറ്റിയിലെ പ്രശ്നമാണ്. നമ്മുടെ റോഡ് വികസനത്തിനടക്കം, റോഡാകട്ടെ റെയിൽവേ ആവട്ടെ, ലാൻഡാണ് പ്രശ്നം. അപ്പോൾ ഇത്രയധികം റീറ്റെയിൽ പ്രോജക്ട്സ് ചെയ്യുമ്പം ലാൻഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആസ് എ ഡെവലപ്പർ, ആസ് എ ഗ്രൂപ്പ്, ഞങ്ങളെപ്പോഴും ചലഞ്ചിങ് അനുഭവപ്പെടുന്ന ശരിക്കും ലാൻഡ് അക്വിസിഷനില്ല. കാരണം നല്ലൊരു ലാൻഡ് കിട്ടുക എന്നുള്ളതും അത് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൽ ഏറ്റവും വലിയ. കാരണം നമ്മളിപ്പോൾ ഒരു 10 ഏക്കർ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ 10 ഏക്കർ നമ്മൾ ഏകദേശം ഒരു 50 or 100 പേരെടുത്തുനിന്ന് വാങ്ങുന്ന ഇതായിരിക്കും ചിലപ്പോൾ. കാരണം 10 ഏക്കർ ഒരാളെടുത്തായിരിക്കില്ലല്ലോ. അല്ലെ, ചിലപ്പോൾ 1, 2, 3 സെന്റ് വെച്ചിട്ട് അങ്ങനെ അക്വയർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ പോകുക. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച് കേരളത്തിൽ. പ്ലസ് ദ പ്രൈസ് പോയിന്റ്, അത് നല്ലൊരു പ്രൈസിൽ കിട്ടുക എന്നുള്ളതും, ആവറേജ് പ്രൈസിൽ നല്ലൊരു പ്രൈസിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച്. അതെന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാ ഡെവലപ്പേഴ്സും അല്ലെങ്കിൽ ഗവൺമെന്റും അനുഭവിക്കുന്ന ചാലഞ്ച്. ഇപ്പോൾ കൊച്ചിയിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി അണ്ടർ ഡിസ്കഷനിലാണ്. ഞങ്ങൾ റെഡിയാണ് പ്രോജക്റ്റ് കൊണ്ടുവരാൻ. ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ലാൻഡ് കിട്ടാനില്ല. ലാൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് ഞങ്ങൾ ഒരു ഡിലേ വരുന്നത്. ലാൻഡുമായി ബന്ധപ്പെട്ട് കുറേ നിയമങ്ങൾ, ഒരുപാട്. അപ്പോൾ ഈ നിയമങ്ങളുടെ നൂലാമാലയൊക്കെ ഉണ്ട്. അത് ഈസിയാണ്. ഇപ്പോൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഒക്കെ ഉണ്ട് പല കാര്യത്തിലും. പഴയതുപോലെ ലാൻഡിന്റെ കാര്യത്തിൽ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ കുഴഞ്ഞു മറിയേണ്ട കാര്യം ഇപ്പോൾ ഉണ്ടോ? എനിക്കൊന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റീസെന്റ് നമുക്ക് ബിൽഡിംഗ് റൂൾസിന്റെ അമെൻമെന്റ്സും കുറേ കാര്യങ്ങൾ ചേഞ്ചസ്, ഒരുപാട് ചേഞ്ചസ്, പോസിറ്റീവ് ചേഞ്ചസ് നമുക്കിപ്പം റീസെന്റ് ഒരു 10 days ബാക്കാണ് നമുക്കത് ഗവൺമെന്റ് പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഒരുപാട് വന്നു കഴിഞ്ഞു. ബിൽഡിംഗ് റൂൾ സംബന്ധിച്ചിട്ട് ഒരുപാട് റൂൾസ് വന്നു കഴിഞ്ഞു. അപ്പം അത് പോസിറ്റീവാണ്. പക്ഷേ ഈ പറഞ്ഞ ലാൻഡ് അക്വയർ ചെയ്യുക എന്നുള്ള ഒരു കേസിലാണ് നമുക്ക് വലിയൊരു ചാലഞ്ച് വരുന്നത്. അക്വിസിഷനും അത് ബന്ധപ്പെട്ട അപ്രൂവൽസും അത് ഡിസൈൻ ആക്കി കൊണ്ടുവന്ന് അപ്രൂവൽസ് എടുക്കുക എന്നുള്ളതിൽ ഇപ്പോഴും ആ ഒരു ചാലഞ്ച്. അത് എനിക്ക് തോന്നുന്നത് അത് കേരളത്തിൻ്റെ മാത്രമല്ല, ഏത് സ്റ്റേറ്റിൽ പോയാലും അതൊരു വലിയൊരു ചാലഞ്ച് തന്നെയാണ്. ശരി, മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ലാൻഡ് വെച്ചിട്ട് പ്രതിഷേധങ്ങളോ, അതല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ്, അതല്ലെങ്കിൽ കൈക്കൂലി ചോദിക്കുക, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കേരളത്തിൽ മാറിക്കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞിരുന്നത് പോസിറ്റിവിറ്റി കംപ്ലീറ്റ്ലി ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഇപ്പം എല്ലാവരും, ഇൻക്ലൂഡിങ് ദ ഗവൺമെന്റ്, പബ്ലിക് ആണെങ്കിലും ഓഫീസേഴ്സ് ആണെങ്കിലും എല്ലാവരും, പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ, എല്ലാവരും ഈക്വലി ആഗ്രഹിക്കുന്നത്, അത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാമെന്നുള്ള. അപ്പോൾ അതിനെല്ലാവരും, നമ്മളൊരു പ്രൊജക്റ്റ് മുന്നോട്ടൊക്കെ വന്ന് അവർ വെരി വെൽക്കമിങ് ആണ്, നല്ല രീതിയിൽ പോസിറ്റീവ്ലി വെൽക്കമിങ് ആണ്. അതിൻ്റെതായ ഒരു പോസിറ്റിവിറ്റി എന്തായാലും കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് കേരളം. കേരളം കംപ്ലീറ്റ്ലി പണ്ട് കണ്ട കേരളം അല്ല ഇന്ന് കാണുന്നത്. പണ്ട് സിനിമകളിലൊക്കെ കാണിച്ചിട്ടുള്ള കേരളം അല്ല, ഇന്ന് കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു. ഒരുപാട് നല്ലൊരു ഗ്രോത്തിലേക്കാണ്. ഞാൻ പറയും നെക്സ്റ്റ് ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഡെക്കേഡാണ്, ഇന്ത്യയുടെ ഡെക്കേഡാണ്. അതിൽ കേരളമാണ് ശരിക്കും വലിയൊരു ഗ്രോത്തിലേക്ക് പോകാൻ പോകുന്നത്. അതിന്റെ പാർട്ടായിട്ടും മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് ഹൈലൈറ്റ് ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത്. ഈ വരവേൽപ്പ് എന്നുള്ള സിനിമയുണ്ട്, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ കഥയാണ്. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ സിനിമ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 കൊല്ലമായി. ഈ 25 കൊല്ലം കൊണ്ടുള്ള മാറ്റം ട്രെമൻഡസ് ആണ് അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു 25 കൊല്ലം കൊണ്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതിനേക്കാളും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെന്റ് ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സും വലിയ രീതിയിലൊരു ചേഞ്ച്, ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, അതാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര പോസിറ്റീവായിട്ട് പറയാനുള്ളത്. സൊസൈറ്റിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. കാരണം നേരത്തെ പറഞ്ഞ ഒരു ബിൽഡർ എന്ന് പറയുമ്പോഴുള്ള ഒരു ചേഞ്ച് മുതൽ തുടങ്ങി ഒരുപാട് എല്ലാവരും വെരി വെൽക്കമിങ്ങോടുകൂടെയാണ് ശരിക്കും നല്ലൊരു എന്താ പറയുക, 2 കൈ നീട്ടിയാണ് ശരിക്കും നമ്മളൊക്കെ സ്വീകരിക്കുന്നത് ഏതൊരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുമ്പോഴും. അതാണ് കേരളത്തിൻ്റെ ഒരു വലിയൊരു ഒരു പോസിറ്റീവായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത്. ഞാനും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഉപ്പയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഹെഡ് അല്ലെങ്കിൽ അന്തിമ തീരുമാനം എടുക്കുന്ന ആൾ. അപ്പോൾ
വളരെ ഡെമോക്രാറ്റിക് ആണോ അദ്ദേഹം? അജിലിത, നമുക്കിത് ഇങ്ങനെ ഒരു പുതിയ ന്യൂജൻ വഴി തുറന്നു വരുന്നുണ്ട്, നമുക്കത് നോക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വീകരിക്കുമോ? ഞാൻ ബി ഓണസ്റ്റ്, ഞാൻ ശരിക്കും ഭയങ്കര ബ്ലെസ്ഡാണ്. കാരണം ഇങ്ങനെ ഒരു സീറ്റിലിരിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും ഒരു സീറ്റിലിരുന്ന് മുന്നോട്ട് ഇത്രയും വലിയൊരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുവന്നത് ഐ എം വെരി ബ്ലെസ്ഡ് ആൻഡ് വെരി ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ് ഓൾസോ. അപ്പം അതെനിക്കൊന്ന് ആദ്യം കടപ്പെട്ടിരിക്കുന്നത് ശരിക്കും ഉപ്പനോടാണ്. പ്ലസ് താങ്ക്സ് ടു ദി ഓൾമൈറ്റി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് പേര് ഒരു എഫേർട്ട് കൊണ്ടാണ് ശരിക്കും ഇന്ന് കാണുന്ന ഒരു സ്ട്രോങ് ബ്രാൻഡായി മാറിയിട്ടുള്ളത്. അപ്പം പക്ഷേ അദ്ദേഹം എന്നാണ് ഇപ്പോഴും ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ വിഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് എന്തായാലും നമ്മളത് കട്ടൊക്കെ കൂടെ നിൽക്കാമെന്ന് പറയും. ശരിക്കും അത് നല്ല രീതിയിൽ ഈ പറഞ്ഞ കേരളത്തിനോട് എനിക്കൊന്ന് കോമൺ ആയിട്ട് ഞങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ കേരളത്തിനോടും നമ്മളൊരു സൊസൈറ്റിനോടുള്ള ഒരു സ്നേഹം. അത് ഇപ്പം ഫാദറിനാണെങ്കിലും ഉപ്പക്കാണെങ്കിലും എനിക്കാണെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പിനാണെങ്കിലും അത് ഞങ്ങൾക്ക് ആ കമ്മിറ്റ്മെൻറ്റ് കേരളത്തിനോട് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും വീണ്ടും ഇങ്ങനെ ഒരു വലിയ റിസ്ക് എടുത്ത് വലിയ പ്രോജക്ട്സ് കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ കാണിക്കുന്നു. അത് സ്ട്രോങ്ലി ഞങ്ങൾ ഒരുമിച്ചാണ് ശരിക്കും. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കേരളത്തിലൂടെ ഞങ്ങൾക്ക് ഈക്വലി ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ 10,000 ആൾക്കാർക്കും ഈക്വലി കേരളത്തിനോട് ആ കോൺഫിഡൻസ് ഉണ്ട്. അത് തന്നെയാണ് ശരിക്കും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അജിലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഗുഡ് ഷെപ്പേർഡ്, സിംഗപ്പൂർ, പിന്നെ IIMB, ഈ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞു വന്ന ഒരാള് നല്ല കോഴിക്കോടൻ ഭാഷ സംസാരിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ അങ്ങനെ പറ്റാറില്ല. എല്ലാവരും ചോദിക്കും. എനിക്ക് തോന്നുന്നു, കാരണം ഞാൻ ബോർഡിങ്ങിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ സ്കൂൾ കോഴിക്കോടും മലപ്പുറമൊക്കെ ആയിട്ടായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ഈവൻ ബോർഡിങ്ങിലാണെങ്കിലും കോളേജിലാണ്, ഈവൻ സിംഗപ്പൂർ ആയിരുന്ന സമയത്ത് പോലും ഞാൻ എല്ലാ മാസവും കോഴിക്കോട് വന്ന് പോകാറുണ്ട്. വീട്ടിൽ വന്ന് എനിക്ക് ഞാൻ പറയാം ബ്ലെസ്ഡ് ആയിരുന്നു ശരിക്കും. അത് എങ്ങനെയെങ്കിലും ഉപ്പനെ സോപ്പടിച്ചിട്ടാണെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ എങ്ങനെയെങ്കിലും കോഴിക്കോട് എത്തിപ്പെടും. കാരണം നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പോഴും നാട്ടിലെ ഫ്രണ്ട്സിനോടും എല്ലാവരും ഞാൻ ബന്ധം നിലനിന്ന് പോകുന്നുണ്ട്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ചെറുപ്പം മുതലേ എനിക്കൊരു കോഴിക്കോടിനോടും പ്രത്യേകിച്ച് കോഴിക്കോടിനോട് അല്ലെങ്കിൽ മലപ്പുറത്തിനോട് ഒരു പ്രത്യേക മലബാറിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അത് കേരളത്തിനോടാണെങ്കിലും എനിക്ക് എപ്പോഴും വീണ്ടും തിരിച്ചു വരാം. ഇപ്പോൾ എവിടെ പോകണം, ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ പുറത്തു പോയി വന്നതേ ഉള്ളൂ. അപ്പം വീണ്ടും ഒരു 3-4 ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ പോലും തിരിച്ചെങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് എത്തുക എന്നുള്ളത് എപ്പോഴും ചെറുപ്പം മുതലേ അതെന്തോ ബ്ലഡിലുണ്ട്. അത് ലൂസിഫറിൽ പറഞ്ഞ പോലെ മുണ്ടെടുക്കാനും വേണ്ടി വന്ന മുണ്ട് മടക്കി കുത്താനും നല്ല മലയാളത്തിൽ തെറി പറയാനും. ഈ പറഞ്ഞ നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പോൾ അതില്ലാതെ പറ്റില്ലല്ലോ ഒരിക്കലും. പ്രത്യേകിച്ച് ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് വേൾഡ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതില്ലാതെ പറ്റില്ല. അത് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഇല്ലാതെ ഒരിക്കലും, ഞാൻ പറഞ്ഞ വെറുതെ കോട്ടിട്ട് ഓഫീസ് റൂമിൽ ഇരുന്നുകൊണ്ടൊന്നും നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ 50 മില്യൺ 5 കോടി സ്ക്വയർ ഫീറ്റ് വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും നമുക്ക് ഇവിടെ നിന്ന് അത് ചെയ്യുന്നു പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. കേരളത്തിന്റെ വെളിയിലുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? കേരളത്തിൽ നമുക്കിപ്പം UAE മിഡിൽ ഈസ്റ്റിൽ നമുക്ക് പ്രോജക്ട്സ് വരുന്നുണ്ട്. അതും വലിയൊരു പ്രോജക്റ്റ് ഇമീഡിയറ്റ്ലി നമ്മൾ ഇനി നെക്സ്റ്റ് പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊക്കെ പൈപ്പ് ലൈനിലാണ്. ഫോക്കസ് കേരളമാണ്. ഫോക്കസ് ഡെഫിനറ്റ്ലി കേരളം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബാംഗ്ലൂരും ഇവിടെയൊക്കെ നമുക്ക് പല രീതിയിലും പല ഡിസ്കഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഡെക്കേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ പ്രൈമറി ഫോക്കസ് ഇസ് കേരള. നമ്മൾ ബാക്കി പ്രോജക്ട്സ് ഒക്കെ പൈപ്പ് ലൈനിൽ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ മേജർ പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കേരള. അതാണ് ഞങ്ങളെ കമ്മിറ്റ്മെൻറ്റും. ഞാൻ പറഞ്ഞ എല്ലാവരും ത്രൂ ഔട്ട് കേരളത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ ഒരു ഇഷ്ടം, അത് ആ കോൺഫിഡൻസ് ഉണ്ട് കേരളത്തിനോട്. ഈ F&B രംഗത്തേക്കൊക്കെ കടന്നപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബ്രാൻഡ് എന്ന് വിചാരിച്ചോ, അതല്ലെങ്കിൽ ഇത് നമുക്ക് സ്റ്റാർബക്സ് ഒക്കെ പോലത്തെ ഒരു ബ്രാൻഡായിട്ട് കേരളം മുഴുവൻ അറിയപ്പെടണം എന്നൊരു വിഷൻ കൂടി വെച്ചിട്ട് ചെയ്തതാണോ? ഇപ്പോൾ അഗ്ഗമഗിൻ്റെ കപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞങ്ങളെ ബ്രാൻഡാണ് അഗ്ഗമഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ എന്ത് തുടങ്ങും, ഉപ്പ എപ്പോഴും അബൈഡ് ചെയ്ത് പോകുന്നത്. ഇപ്പം ഞാൻ ചെറുപ്പം മുതലേ ഉപ്പൻ്റെത് കണ്ടിട്ടുള്ളതും അതാണ്. എനിക്ക് തോന്നുന്നത് നമ്മളുള്ള ഫയർ എന്ന് പറയുന്നു. എന്ത് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അത് മോർ ദാൻ ദി പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റോ അല്ലെങ്കിൽ ടേൺ ഓവറോ അല്ലെങ്കിൽ ഇത്ര ബിസിനസ് ചെയ്യണം, ഇത്ര ലാഭം ഉണ്ടാക്കണം എന്നല്ല ഞങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ഞങ്ങളെ ബോർഡ് റൂമിൽ ചർച്ച ചെയ്യുക. ഇത്ര പ്രോഫിറ്റ് ഇത്ര വർഷം കൊണ്ട് ഉണ്ടാക്കുക എന്നല്ല. ഒരിക്കലും ഞങ്ങളെ ബോർഡ് റൂം ഡിസ്കഷനിൽ അത് പ്രൈമറി ഡിസ്കഷൻ ആയിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ എപ്പോഴും പറയുന്നത് എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും, എത്ര രീതിയിൽ എന്തൊക്കെ രീതിയിൽ സൊസൈറ്റീനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ഞങ്ങൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ചെയ്ത് നമ്മൾ ഏത് ബിസിനസ് എടുത്താലും ഹൈലൈറ്റിൻ്റെ നോക്കിയാലും ഹിസ്റ്ററി നോക്കിയാൽ അറിയാൻ പറ്റും. അന്ന് കേരളത്തിൽ 2000 കാലഘട്ടത്തിലാണ് ശരിക്കും ഞങ്ങൾ ഫസ്റ്റ് കേരളത്തിൽ ഫസ്റ്റ് റെഡിമിക്സ് കോൺക്രീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കേരളത്തിൽ ഫസ്റ്റ് ഷോപ്പിംഗ് മാൾ, അന്ന് ഈ പറഞ്ഞ തന്നെ ഒരുപാട് കോൺട്രവേഴ്സി ത്രൂ ഫസ്റ്റ് ഷോപ്പിംഗ് മാൾ, അതുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് കാലിക്കറ്റിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉണ്ടാക്കിയ ചെറുതല്ല.
അത് എന്താ റവന്യൂ വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൾച്ചർ ചേഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് IB സ്കൂൾ നമ്മളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വൈറ്റ് സ്കൂൾ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ക്യാമ്പസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഈവൻ ഹഗ്ഗമഗ് എടുത്ത് നോക്കുകയാണെങ്കിലും അത് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് എന്താ പറയുക, സ്റ്റാർബക്സോ അല്ലെങ്കിൽ കോസ്റ്റ കോഫി, പോൾ എഫ് ആ രീതിയിലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഓൾമോസ്റ്റ് 10 ഔട്ട്ലെറ്റ്സ് ആയിട്ടുണ്ട് നമുക്ക്. അതൊരു 100 ഔട്ട്ലെറ്റ്സ് എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അതും ഇൻഫാക്ട് അത് എന്താ പറയുക, അത് ചെയ്യുന്നത് എന്താ 100 ഔട്ട്ലെറ്റ്സ് എത്തിക്കുക എന്നുള്ളത് വെറുതെ ഈ ലാഭം കൂട്ടി കൊണ്ടുപോകാന്നല്ലതാ. നമുക്ക് എത്രയും ഈ പറഞ്ഞ പോലെ ചെറിയ ടൗൺസിലും എല്ലായിടത്തും ഈ കോഫിയുടെ ഒരു കൾച്ചർ എത്തിക്കുക എന്നുള്ളതാണ്, ഈ നമ്മളെ ജനങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ടാർഗറ്റ് വെക്കുന്നത്. അത് ഈവൻ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യം കൈവച്ചത് എഡ്യൂക്കേഷണൽ രംഗത്താണ്, ഹൈലൈറ്റിൻ്റെ. അവിടെ നിന്നാണ് തുടക്കം. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇത് രണ്ടും നമ്മളൊരു ബിസിനസ് എന്നതുപോലെ സർവീസുമാണ്. അതിനൊരു ബാലൻസ് ആവശ്യമാണ്. അത് എത്രമാത്രം സാധിച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു എപ്പോഴും വെറും നമുക്ക് സർവീസ് ആയിട്ട് എന്തായാലും എഡ്യൂക്കേഷനോ ഹെൽത്ത് കെയറിലോ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. തുടങ്ങുമ്പോൾ നമുക്കത് ചിലപ്പം പോസിബിൾ ആയി, കാരണം ഒരുപാട് നമ്മളെ പ്രോഫിറ്റ്സ് എടുത്തിട്ടും നമ്മളെ പേഴ്സണൽ അസറ്റ് നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് റൺ ചെയ്ത് സസ്റ്റൈനബിളി റൺ ചെയ്ത് ക്വാളിറ്റിയിൽ റൺ ചെയ്യണമെങ്കിൽ ഒരിക്കലും അത് വെറും ഒരു സർവീസ് ആയിട്ട് നമുക്കത് പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പം നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഞാനത് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോഴും എല്ലാ വർഷം നമ്മളതങ്ങനെ കുട്ടി ആഘോഷിച്ച് നടക്കാറില്ല. പക്ഷേ നല്ലൊരു പെർസെൻറ്റേജ് കുട്ടികളെ നമ്മൾ ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പോടുകൂടെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ 2 സ്കൂൾ, മലപ്പുറം ജില്ലയിലെ സ്കൂളാണെങ്കിലും കോഴിക്കോട് ജില്ലയിലെ സ്കൂളാണെങ്കിലും വൈറ്റ് സ്കൂൾ ഇൻ്റർനാഷണൽ ആണെങ്കിലും നല്ലൊരു പെർസെൻറ്റേജ് കുട്ടികളെ നമ്മൾ ഫ്രീ ടോട്ടൽ സ്കോളർഷിപ്പ് കൊടുത്ത്. പക്ഷേ നമ്മൾ അത് ഒരിക്കലും നമ്മൾ നോട്ടീസ് ബോർഡിലിട്ട്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പാടില്ലല്ലോ, കാരണം കുട്ടികൾക്ക് ഒരു ഡിഫറൻഷിയേറ്റ് ആവാൻ പാടില്ല. അത് ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുവരുക. അപ്പോൾ അവർ സ്ട്രൈക്ക് ചെയ്തിട്ടാണ്, ബാലൻസ് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് എപ്പോഴും എഡ്യൂക്കേഷൻ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും വേണം. കാരണം കംപ്ലീറ്റ്ലി നമ്മളത് ഫ്രീ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്, ഇതൊരു ഹൈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഒരു സർവീസാണ്. എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് കെയർ ആയാലും. കാരണം നല്ല ശമ്പളമാണെങ്കിലും ഓപ്പെക്സ് ആണെങ്കിലും നല്ലൊരു മന്ത്ലി ഭയങ്കര എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമ്മളെന്താ സ്വാഭാവികം സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കോസ്റ്റ് കട്ട് ചെയ്യും. അപ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ആവും. അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് ഒരു പ്ലെഡ്ജ് പോലെ എടുത്തിട്ടുള്ള, ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല, എന്ത് തല പോയാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ ഒരു 100% ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് മാക്സിമം മുന്നോട്ട് കൂട്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഈ സ്ട്രൈക്ക് ചെയ്യണം, ബാലൻസ് സ്ട്രൈക്ക് ചെയ്യണം. യെസ്. ഇനി എഡ്യൂക്കേഷണൽ സെക്ടറിൽ എന്തെങ്കിലും പദ്ധതികൾ, പുതിയ പ്രോജക്ട്സ് ആലോചിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഉള്ള 2 സ്കൂൾ ക്യാമ്പസുകളാണ് നമുക്ക് വരുന്നത്. അത് ഇനിയും എക്സ്പാൻഡ് ചെയ്ത് ഇനിയും മൾട്ടിപ്പിൾ ക്യാമ്പസും മൾട്ടിപ്പിൾ സ്കൂൾസും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പല രീതിയിലുള്ള സ്കൂൾസും, ഡേ സ്കൂളും അതേപോലെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്കൂൾസും സ്പെഷ്യൽ സ്കൂൾസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് അല്ലാതെ ഹെൽത്ത് കെയറിലും നമ്മൾ ഈ മദർ ആൻഡ് ചൈൽഡ് കോൺസെപ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു വെൽനസ് സെൻറ്റർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൾട്ടിപ്പിൾ ചെയിൻസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റീസാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഹെൽത്ത് കെയർ സംബന്ധിച്ച്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ട് പ്ലാൻസ്. ഇനി അറിയില്ല നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇപ്പോഴത്തെ ഡ്രീം എന്ന് പറയുന്നത് 50 മില്യൺ സ്ക്വയർ ഫീറ്റ് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളത്, കേരളത്തിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ 50 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോടി സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് അത്രയും വലുതാണ്. കാരണം ഏതൊരു ബിൽഡറും ഒരു 30 വർഷം 40 വർഷം, ഞങ്ങളടക്കം 30 വർഷം കൊണ്ട് ചെയ്തതിൻ്റെ അത്ര വോള്യൂം ആണ് അടുത്തൊരു 5 വർഷം കൊണ്ട് ചെയ്യുന്നത്. അതും വെറും കേരളത്തിൽ മാത്രം. ഈ പറഞ്ഞ എല്ലാവരും പറയുന്ന കേരളം മോശമാണ്, കേരളം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി അല്ല, മറ്റേതല്ല അതല്ല, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ല, പൊട്ടൻഷ്യൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആ കേരളത്തിലാണ് ഹൈലൈറ്റ് 50 മില്യൺ സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമില്ല. അതിന് അത്രയും ഫോക്കസ് ആവശ്യമുണ്ട്, അത്രയും കോൺഫിഡൻസ് വേണം, അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളുടെ ടീം റെഡിയാണ്. അതുതന്നെയാണ് നെക്സ്റ്റ് ഒരു ബിഗ് ഡ്രീം എന്ന് പറയുന്നത്. അത് 30 ഇയേഴ്സിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഒരു ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നായിരിക്കും ഈ 50 മില്യൺ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.